ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता श्रीविशाखान्वितंश्च ये कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्त राधाकान्त नमोस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी शबानुसुते देवे प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशता। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त हरे कृष्णा 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 हरे 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 राम 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 हरे हरे। गुरुवे च गौरीचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो। हरे कृष्णा हरि ओम तत्सत्. വായിക്കുന്ന ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ്, അധ്യായം 11 43 ശ്ലോകം മുതൽ. ഹരേ കൃഷ്ണ. പിതാസി ലോകസ്യ ചരാചരസ്യ ത്വമസ്യ പൂജ്യസ്യ ഗുരുർഗരീയാൻ ന ത്വസ്സമോസ്തി അഭ്യധികകുതോന്യോ ലോകത്രയേപി അപ്രതിമ പ്രഭാവാം. വിദാസി ലോകസ്യ ചരാചരസ്യ ത്വമസ്യ പൂജ്യസ്യ ഗുരുർഗരീയാൻ ന ത്വസ്സമോസ്തി അഭ്യധികകുതോന്യോ ലോകത്രയേപി അപ്രതിമ പ്രഭാവാം. ഹരേ കൃഷ്ണ. രൂപി ശ്രീമദജി. हरे कृष्ण प्रभु जी। पितासि लोकस्य चराचरस्य त्वमस्य पूज्यश्च गुरुर्गरीयान् न त्वत्समोऽस्तभ्यधिकः कुतो अन्यो लोकत्रये अप्यप्रतिमप्रभावा. हरे कृष्ण. ओके, पार्वती माताजी. पितासि लोकस्य चराचरस्य त्वमस्य पूज्यश्च गुरुर्गरीयान् न त्वं समोऽस्ति अभ्यधिकः कुतोऽन्यो लोकत्रयेऽप्यप्रतिमा प्रभावा. सीमा माताजी. ഹരേ കൃഷ്ണ പ്രഭു, കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. കേൾക്കുന്നില്ല? കേൾക്കുന്നുണ്ട്. സൗണ്ട് കുറവാ, ഭയങ്കര കുറവാ. ഹരേ കൃഷ്ണ, ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെയാണ്. ഓക്കെ. പിതാസി ലോകസ്യ ചരാചരസ്യ ത്വമസ്യ പൂജ്യശ്ച ഗുരുർഗരീയാൻ ന ത്വത്സമോസ്തി അഭ്യാധികാ കുതോന്യോ ലോകത്രയേപി അപ്രതിമ പ്രഭവാ. हरि बोल. सुजय प्रभु. हरे कृष्ण प्रभु. हरे कृष्ण. पितासि लोकस्य चराचरस्य त्वमस्य पूज्यस्य गुरुर्गरीयान् न त्वत्समोऽस्ति अभ्याधिकः कुतोऽन्यो लोकत्रये अपि अप्रातिमा प्रभाव. हरे कृष्ण. ട്രാൻസ്ലേഷൻ വൈകി രൂപി ശ്രീമാതാജി. ഹരേ കൃഷ്ണ പ്രഭു ജി. ചരാചരങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ച സർഗത്തിന്റെ പിതാവാണ് അങ്ങ്. ആ പ്രപഞ്ചത്തിന്റെ ആരാധ്യ പ്രമുഖനായ
പരമോന്നത ആധ്യാത്മിക ഗുരുവും അങ്ങ് തന്നെ. അങ്ങേക്ക് സമനാവാൻ കഴിവുള്ളവരായോ മറ്റാരുമില്ല. അങ്ങനെയാണെങ്കിൽ ഹേ അതുല്യ പ്രഭാവനെ, 3 ലോകങ്ങളിലും അങ്ങേക്കാൾ ശ്രേഷ്ഠനായിട്ട് ആരാണുള്ളത്? ഹരീഷ്. Very bold. You are the father of this complete cosmic manifestation of the moving and non-moving. You are its worshipable chief, supreme spiritual master. No one is greater than you, nor can anyone be one with you. How then could there be anyone greater than you within the 3 worlds, Lord of the immeasurable power? Arjunan Bhagwane സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. യു ആർ ദ ഫാദർ. ഭഗവാൻ അഹം ബീജ പ്രതാപിത, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത്. യു ആർ ദ ഫാദർ ഓഫ് ദിസ് കംപ്ലീറ്റ് കോസ്മിക് മാനിഫെസ്റ്റേഷൻ. പ്രപഞ്ച സൃഷ്ടിയുടെ പിതാവാണ്. അത് ചരാചരങ്ങൾ, മൂവിങ് ആൻഡ് നോൺ മൂവിങ്. എന്തുകൊണ്ട് മറ്റ് ചരാചരങ്ങൾ അല്ലാതെ ഉണ്ടല്ലോ ഒരുപാട് പ്രകൃതിയിലുണ്ട്. എന്തുകൊണ്ട് ഫാദറാന്ന് പറയുന്നില്ല? ചരാചരങ്ങളുടെ ഫാദറാന്ന് പറയുന്നില്ല. എന്തുകൊണ്ട് പ്രകൃതിയുടെ ഫാദറാന്ന് പറയുന്നില്ല? വിജയപ്രഭു, പ്രകൃതിയുടെയും കൂടി ഫാദറല്ലേ? എല്ലാവരുടെയും ഫാദറല്ലേ? അവിടെ മൂവിങ് ആൻഡ് നോൺ മൂവിങ് പറയുള്ളൂ. ചരാചരം പ്രകൃതി അച്ചരയിൽ പെടുന്നതാണോ പ്രഭു? കേൾക്കുന്നില്ല സാറിന്? പ്രഭുജി, ആ, പ്രകൃതി പെടുന്നതാണോ പ്രഭു? അത് ഓക്കെ. പ്രകൃതി നമ്മളൊക്കെ പ്രകൃതി തന്നെയാണ്. നമ്മളെല്ലാം ഭഗവാന്റെ റിലേഷൻഷിപ്പിൽ നമ്മളെല്ലാം പ്രകൃതിയാണ്. ഫീമെയിൽ യെസ് പ്രഭു. അപ്പോ സോറി പ്രഭു, ഒന്നും കൂടി ചോദ്യം ചോദിക്കാവോ? എനിക്ക് ക്ലിയർ ആയില്ല. സോറി. You are the father of the complete cosmic manifestation of the moving and non-moving. അപ്പൊ അതില് രണ്ടും വരുന്നുണ്ട്. യു ആർ ദ ഫാദർ ഓഫ് ദ കംപ്ലീറ്റ് കോസ്മിക് മാനിഫെസ്റ്റേഷൻ. എസ്പെഷ്യലി അതില് പ്രത്യേകിച്ച് ഇത് പറഞ്ഞു ഓഫ് ദ മൂവിങ് ആൻഡ് ദ നോൺ മൂവിങ്. അതിനെ മാത്രം ഹൈലൈറ്റ് ചെയ്യാൻ കാരണം എന്തുകൊണ്ട് പ്രകൃതി അങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയുന്നില്ല എന്ന് ചോദ്യം. ഇൻക്ലൂഡഡ് ആയില്ലേ പ്രഭു? പ്രകൃതിയുടെ ഉള്ളിലല്ലേ നമ്മളെല്ലാവരും? മൂവിങ് നോൺ മൂവിങ് ഒക്കെ പ്രകൃതിയുടെ ഉള്ളിലല്ലേ? അല്ല, അതുകൊണ്ട് പ്രകൃതിയെ സ്പെസിഫിക് യു ആർ ദ ഫാദർ ഓഫ് ദ കംപ്ലീറ്റ് കോസ്മിക് മാനിഫെസ്റ്റേഷൻ. കംപ്ലീറ്റ് ഈ കോസ്മിക് പ്രപഞ്ചത്തിന്റെ ഫാദറാണ്. ഓക്കെ, അതിൽ സ്പെസിഫിക്കലി മൂവിങ് ആൻഡ് നോൺ മൂവിങ് പറഞ്ഞിരിക്കുന്നു. എന്താണ് കാരണം? കാരണം നമ്മളെ കോൺഷ്യസ് ആയിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. മൂവിങ് ആൻഡ് ചരാചരങ്ങൾ മാത്രമേ ഉള്ളൂ. ജീവാത്മാവ് അവിടെ മാത്രമേ ഉള്ളൂ. ചലിക്കുന്നതും ചലിക്കാത്തതുമായിട്ടുള്ള ലിവിങ് എൻറ്റിറ്റീസിൽ മാത്രമേ ജീവാത്മാവുള്ളൂ. മറ്റേതിൽ പരമാത്മാവ് മാത്രമേ ഉള്ളൂ. ജീവാത്മാവ് എവിടെ? അവിടെ ഫാദർ. മറ്റതും കോസ്മിക് മാനിഫെസ്റ്റേഷൻ ഫാദർ തന്നെയാണ്. പക്ഷെ അവിടെ ഒരു ഇൻഡിവിജ്വാലിറ്റി ഇല്ല, ജഡമാണ്. അല്ലേ? ത്രീ ഫാദർ ഭഗവാൻ. ഓക്കെ, അതിന് ജീവാത്മാവുണ്ട്. ഒരു കല്ല്, അതിന് ജീവാത്മാവില്ല. ഓക്കെ, അതിന്റെ ഫാദർ, കല്ല് എന്റെ ഫാദറാണ്. ഓക്കെ, ഭഗവാൻ ഈസ് ദ സുപ്രീം. ഭഗവാന്റെ ക്രിയേഷൻ നമുക്കറിയാം. അതന്നെ ഇവിടെ പറയുന്നത് യു ആർ ദ ഫാദർ ഓഫ് ദ കംപ്ലീറ്റ് കോസ്മിക് മാനേജർ. ഈ കോസ്മിക് അതിൽ പ്രകൃതി ഉണ്ട്, ഫാദറാണ്. പക്ഷെ എങ്കിലും കൂടിയിട്ട് ഇവിടെ സ്പെസിഫൈ ചെയ്യാൻ കാരണം നമ്മളുടെ ഓരോ മൂവിങ്ങിലും നോൺ മൂവിങ് ലിവിങ് എൻറ്റിറ്റീസിൽ ജീവാത്മാവുണ്ട്. മറ്റേതിൽ ജഡവസ്തുക്കളിൽ ജീവാത്മാവില്ല. അതുകൊണ്ടാണ് ഇതിനിവിടെ സ്ട്രെസ് ചെയ്തിരിക്കുന്നത്. എല്ലാ ചരാചരങ്ങളിലും ഓഫ് ദ മൂവിങ് ആൻഡ് ദ നോൺ മൂവിങ്. ആൻഡ് യു ആർ ഇറ്റ്സ് വേർഷിപ്പബിൾ ചീഫ്, ദ സുപ്രീം സ്പിരിച്വൽ മാസ്റ്റർ. അപ്പോൾ ജീവാത്മാവിനെ സംബന്ധിച്ചോളം നമ്മൾ ആരാധിക്കേണ്ടതായിട്ടുള്ള ഏറ്റവും ഉത്തമ പുരുഷോത്തനായിട്ടുള്ള ഭഗവാൻ ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാനാണെന്ന് അർജുനൻ പറയുന്നു. ആൻഡ് അത് മാത്രമല്ല, സോറി, അപ്പൊ ഈ നോൺ മൂവിങ്ങിന് ആ ഫാദർ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇല്ലല്ലോ, അതുകൊണ്ടാണ് അവിടെ നോൺ മൂവിങ് പറഞ്ഞാൽ മരങ്ങൾ അവർ നോൺ മൂവിങ് ആണല്ലോ. അല്ല, നോൺ മൂവിങ് അല്ല, മീൻസ് പരമാത്മാവ് ഇല്ലാത്തത് ജഡവസ്തുക്കൾക്ക് ഒരു കൺസെപ്റ്റ് ഇല്ല. പരമാത്മാവല്ലോ, ജീവാത്മാവോടെ ഇല്ല. ജഡവസ്തുക്കളിൽ ജീവാത്മാവില്ല. അപ്പൊ ഒരു ലിവിങ് എൻറ്റിറ്റി അല്ല. അതെ, ലിവിങ് എൻറ്റിറ്റി അല്ല. പക്ഷേ സ്ഥാനം ഇല്ല അവിടെ.
പക്ഷേ ഉം. മാസ്റ്ററാണ്, ഉം. കൺട്രോളറാണ് അല്ലാണ്ട്. പക്ഷേ അവിടെ ഒരു ജീവാത്മാവില്ല, അത് ഭഗവാന്റെ പരമാത്മാവ് മാത്രമേ അതിലുള്ളൂ. ജീവാത്മാവില്ലല്ലോ അതില്, ജഡവസ്തുക്കളില്. അപ്പൊ അതിനൊരു ലിവിങ് ബീങ് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോ ഇങ്ങനെ ചരാചരങ്ങളായിട്ടുള്ള ജീവാത്മാക്കൾക്ക്, ജീവജാലങ്ങൾക്ക് വേർഷിപ്പബിൾ ആയിട്ടുള്ള ആരാണ്? ഭഗവാൻ. ഒരു കല്ലിന് വേർഷിപ്പബിൾ ആയിട്ടുള്ളതാണെന്ന് പറയാൻ പറ്റില്ല, കാരണം കല്ല് ഒരു ജഡവസ്തുവാണ്. അങ്ങനെ ഒരുപാട് ജഡവസ്തുക്കളുണ്ട് പ്രകൃതിയിൽ. അപ്പൊ അവരൊന്നും പറയില്ല, ക്ലെയിം ചെയ്യില്ല എന്റെ അച്ഛനാണ്. പക്ഷെ മാസ്റ്ററാണ് എല്ലാവരും കാണിച്ചാൽ ഭഗവാനാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. പ്രകൃതിയിലെ ചരാചരങ്ങളിലും ബാക്കി ജഡവസ്തുക്കളിലും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഭഗവാനാണ്. ഫ്രം ദാറ്റ് പെർസ്പെക്റ്റീവ് എല്ലാവരുടെയും അതാണ് യു ആർ ദ ഫാദർ ഓഫ് ദിസ് കംപ്ലീറ്റ് കോസ്മിക് മാനിഫെസ്റ്റേഷൻ. അതിൽ ചരാചരങ്ങൾ സ്പെസിഫിക്കലി ബിക്കോസ് അവരെല്ലാം ലിവിങ് എൻറ്റിറ്റീസ് ആണ്. അതേപോലെ തന്നെ വേർഷിപ്പബിൾ ചീഫാണ് ചരാചരങ്ങൾക്കും. അതേപോലെ തന്നെ സുപ്രീം സ്പിരിച്വൽ മാസ്റ്റർ ആണ്. ഒരു കല്ലിന് സ്പിരിച്വൽ മാസ്റ്റർ ഉണ്ടാവില്ല, മനുഷ്യർക്കുള്ള സ്പിരിച്വൽ മാസ്റ്റർ ഉണ്ടാവുള്ളൂ. ഈവൻ അതായത് ലോവർ സ്പീഷീസിലുള്ള അവർക്കും സ്പിരിച്വൽ മാസ്റ്റർ ഇല്ല. 400,000 സ്പീഷീസ്, അവർക്ക് മാത്രമേ സ്പിരിച്വൽ മാസ്റ്റർ ഉള്ളൂ. മനുഷ്യർക്ക്, മാനവജാതിക്ക് മാത്രമേ ഉള്ളൂ. മറ്റുള്ളവർക്കും സ്പിരിച്വൽ മാസ്റ്റർ, ഒരു പശുക്കൾക്കോ അല്ലെങ്കിൽ പക്ഷികൾക്കോ വേറെ ആർക്കും സ്പിരിച്വൽ മാസ്റ്റർ ഇല്ല. പക്ഷേ അവർക്കും വർഷിപ്പബിൾ ചീഫ് ഉണ്ടെങ്കിലും അവർക്ക് അറിയില്ല, കാരണം ലോവർ കോൺഷ്യസ്നെസ്. അപ്പൊ ഇത് മെയിനായിട്ട് ആർക്കാണ്? മനുഷ്യ ജാതികളിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അർജുനൻ പറയുന്നത് യു ആർ ഇറ്റ്സ് വർഷിപ്പബിൾ ചീഫ്, the supreme spiritual master. No one is greater than you, nor can anyone be one with you. അപ്പൊ ഭഗവാന്റെ മീത ആരുമില്ല, ഈക്വൽ ആയിട്ടും ആരുമില്ല. ഹൗ then could there be anyone greater than you within the three worlds? അതുകൊണ്ട് ഭഗവാനേക്കാളും മുകളിൽ ആരെങ്കിലും ഈ 3 പ്രപഞ്ചത്തിലും ഉണ്ടാവുമോ? ഈ പെർട്ടിക്കുലർ യൂണിവേഴ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അപ്പർ മിഡിൽ ലോവർ പ്ലാനറ്ററി സിസ്റ്റം അല്ലെ. സോ ഓൾ ലോർഡ് ഓഫ് ദ ഇമ്മെഷറബിൾ പവർ. ഭഗവാന്റെ ആ പ്രോവസ്, ശക്തി നമുക്ക് പരിശോധിക്കാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ പോലെ ഒരു ധനികന്റെ അസറ്റ്, ആസ്തി, ധനം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. പറ്റുമോ? ഇല്ല. കാരണം ഇപ്പൊ ഇന്നത്തെ കാലത്ത് എസ്പെഷ്യലി കലിയുഗത്തില് പല ആൾക്കാരും റിച്ച് ആവുന്നത് ട്രേഡിങ്, ഷെയർ മാർക്കറ്റ്, അത് ഓരോ നിമിഷത്തിലും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. നമ്മളിതൊക്കെ ഏകദേശം കണക്കൂട്ടി വരുമ്പോഴേക്കും അല്ല എത്രയോ നഷ്ടം സംഭവിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എത്രയോ കൂടുതൽ സംഭവിച്ചിട്ടുണ്ടാവും ട്രേഡിങ്ങിൽ. അപ്പൊ അറ്റ് എനി ഗിവൺ പോയിന്റ് ഓഫ് ടൈം നമുക്ക് എത്രയെന്ന് തിട്ടപ്പെടുത്താൻ പറ്റില്ല. ഇവിടെ ഭൗതിക ലോകത്തിൽ കുറയും കൂടും ചെയ്യും. പക്ഷെ ഭഗവാന്റെ അങ്ങനെയല്ല. ഓപ്പുലൻസസ്, ശക്തി, അത് എപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ ഈവൻ ഭഗവാനും തിട്ടപ്പെടുത്താൻ പറ്റില്ല. ഭഗവാന്റെ ഐശ്വര്യങ്ങള് അതിങ്ങനെ മൾട്ടിപ്ലൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഭഗവാൻ തന്നെ അറിയില്ല തന്റെ അസറ്റ് എന്ത്, തന്റെ പവർ എന്താണ്. കാരണം ഇറ്റ് കീപ്സ് ഇൻക്രീസിങ് സെക്കൻഡ് ബൈ സെക്കൻഡ്. അതുകൊണ്ടാണ് ലോഡ് ഓഫ് ഇമ്മഷബിൾ പവർ, അൺലിമിറ്റഡ് പവറാണ് ഭഗവാനുള്ളത്. സോ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് കൃഷ്ണ ഈസ് വർഷിപ്പബിൾ ആസ് എ ഫാദർ, ഈസ് വർഷിപ്പബിൾ ഫോർ ഹിസ് സൺ. എങ്ങനെ ഒരു മകന് തന്റെ ഫാദർ വർഷിപ്പബിൾ ആണ്, അതേപോലെ തന്നെ എല്ലാവർക്കും വർഷിപ്പബിൾ ആണ് സുപ്രീം. എല്ലാവരുടെയും ഫാദറാണ്. ഈസ് ദ സ്പിരിച്വൽ മാസ്റ്റർ ബിക്കോസ് he originally gave the Vedic instruction to Brahma and presently he is also instructing Bhagavad Gita to Arjuna. Therefore, he is the original spiritual master, and any bona fide spiritual master at the present moment must be a descendant in the line of disciplines stemming from Krishna. അപ്പൊ ആദി ഗുരു എന്ന് പറഞ്ഞാൽ ഭഗവാനാണ് ഇതെല്ലാം, ഈ നോളജ് എല്ലാം, ഈ ജ്ഞാനമെല്ലാം കിട്ടിയിരിക്കുന്നത്. അത് ഒരു ഡിസിപ്ലിൻ സെക്ഷനിൽ കൂടെ നമുക്ക് ഇന്നത്തെ കാലത്ത് എത്തി. വളരെ റീസെന്റ് ആയിട്ട് നമുക്ക് വീണ്ടും ഭഗവത്ഗീത തരാനുള്ള ഒരു അവസരം ആരാണ് ഉണ്ടാക്കി തന്ന? അർജുനൻ. അപ്പോൾ ഭഗവാനാണ് ഒറിജിനൽ സ്പിരിച്വൽ മാസ്റ്റർ. Without being a representative of Krishna, one cannot become a teacher or spiritual master of transcendent Satguru. Even the material world. Okay, നമ്മളൊരു ഓത്തന്റിക് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലോ ഡിഗ്രി എടുത്താൽ മാത്രമേ നമുക്ക് ഒരു സ്കൂളിലോ കോളേജിലോ യൂണിവേഴ്സിറ്റി ചെന്ന് പഠിപ്പിക്കാൻ പറ്റൂ, അല്ലേ?
അല്ലാണ്ട് നമുക്ക് ആർക്കും പഠിപ്പിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് പോയിട്ട് പഠിപ്പിക്കണം പറഞ്ഞ് പറ്റില്ല. അതിനോട് പ്രോപ്പർ ഡിഗ്രി ടു ടീച്ച്. അതേപോലെ തന്നെ ഭഗവാന്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ ഭഗവാന്റെ ആ ഡിസിപ്ലിൻ സെക്ഷനിൽ വരുന്ന ആ ലീനിയേജിൽ വരുന്ന ഓഥന്റിക് ആയിട്ടുള്ള ആചാര്യന്മാർ വേണം. അവർ മാത്രമേ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റൂ. അത് കാരണം ഇത് സാധാരണ സബ്ജക്ട് മാറ്റർ കൂടിയല്ല, ട്രാൻസെൻഡന്റൽ സബ്ജക്ട് മാറ്ററാണ്. ഒരു ദിവ്യതലത്തിലുള്ള ഒരു അറിവാണ് പകർന്നു കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ആ വ്യക്തി ഒരു ദിവ്യതലത്തിൽ തന്നെ ആയിരിക്കണം. ഒരു കണക്ക് പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ ആ കണക്കില് നല്ല പ്രൊഫിഷ്യൻസി ആ ടീച്ചർക്ക് ഉണ്ടായിരിക്കണം. ആർക്കും ചെന്ന് കണക്കൊന്നും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല അല്ലെ, അതിനുള്ള ക്വാളിഫിക്കേഷൻ വേണം. അതേപോലെ ഇത് എത്രയോ കൂടുതലായിട്ടുള്ള സാധാരണക്കാർക്ക് അത്ര എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള തത്വജ്ഞാനങ്ങളാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. സാധാരണ ഓർഡിനറി ഡിഗ്രിയോട് നടക്കില്ല. ഇത് ഭഗവാന്റെ കൃപാകടാക്ഷം വേണം. അവർക്ക് മാത്രമേ ഇതിനെല്ലാം അന്തർലീനമായി കിടക്കുന്ന തത്വങ്ങള്, സിദ്ധാന്തങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അവർക്ക് മാത്രമേ ഇത് പഠിപ്പിച്ചു കൊടുക്കാനും പറ്റൂ. സോ വൺ കനോട്ട് ബിക്കം എ ടീച്ചർ ഓർ സ്പിരിച്വൽ മാസ്റ്റർ ഓഫ് ട്രാൻസ്ഫർ സബ്ജക്ട് മാറ്റർ. അവര് ഭഗവാന്റെ റെപ്രസെന്റേറ്റീവ് അല്ലെങ്കിൽ ഓത്തറൈസ്ഡ് അല്ലെങ്കിൽ. അപ്പൊ നമ്മള് ഭഗവത്ഗീതയിലും ഭാഗവതായാലും ശരി, വി കനോട്ട് ലേൺ ഇറ്റ് ഫ്രം എനിവൺ ആൻഡ് എവറി വൺ. അതിന്റെ ഓഥന്റിക് ആയിട്ടുള്ള ഓത്തറൈസ് ആയിട്ടുള്ള ഏജൻസ് ആ റൈറ്റ് സമ്പ്രദായത്തിൽ വരണം. അത് മാത്രമല്ല അവര് അതിന്റെ തത്വങ്ങൾ ശരിക്കും അസിമുലേറ്റ് ചെയ്തിട്ട് റിയലൈസ് ചെയ്യണം എന്നാലേ പറ്റുള്ളൂ. മറ്റേത് നമ്മള് ഉപരിതലത്തിൽ സ്വിം ചെയ്യുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ ഒരു കാര്യം ചെയ്യാം, നമ്മള് അതിൻ്റെ ഒരു റിയലൈസേഷൻ ഇല്ലെങ്കിലും നമുക്ക് പോസ്റ്റ്മാന്റെ കാര്യം ചെയ്യാൻ പറ്റും അല്ലേ? എന്താണോ ആചാര്യന്മാർ പറഞ്ഞത് അത് റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് അനുഭവം ഉണ്ടായിരിക്കണം നിർബന്ധമില്ല. അത് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് അത് മനനം ചെയ്ത് അത് റിയലൈസ് ചെയ്തിട്ട് പറയുമ്പോൾ അത് കാര്യം മാറി. അത് ശുദ്ധഭക്തമാക്കേ പറ്റൂ. അല്ലാത്തവർക്കും പ്രഭുപാദനും നമ്മുടെ ഗുരുമഹാരാജന്മാരും ഗുരുഗണങ്ങളും എല്ലാം പറയുന്നത് ഒന്നും ജസ്റ്റ് റിപ്പീറ്റ് വാട്ട് പ്രഭുപാദ സെറ്റ്. യു ഡോണ്ട് ഹാവ് ടു മാനുഫാക്ചർ യുവർ ഓൺ ഫിലോസഫി. അത്ര പറഞ്ഞ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമ്മളുടെ ശുദ്ധീകരണം നമ്മൾ അറിയാതെ തന്നെ നടക്കും. So Lord is being paid obeisances in all respects. He is the immeasurable greatness. No one can be greater than the Supreme Personality of God Krishna, because no one is equal to or higher than Krishna within any manifestation, spiritual or material. അത് ആധ്യാത്മിക ലോകത്തിലായാലും ശരി, ഭൗതിക ലോകത്തിലായാലും ശരി, ഭഗവാന്റെ മീതെ ആരുമില്ല. പിന്നെ എങ്ങനെയാണ് ഇത്രയും ക്ലാരിറ്റിയോടുകൂടി ഭഗവാൻ പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഞാനും ഭഗവാനും ഒന്നാമെന്ന് പറയുന്നത് അല്ലേ? ഭഗവാൻ ടൈം ആൻഡ് അഗെയിൻ പല ശ്ലോകങ്ങളോടും പറയുന്നു, എനിക്ക് തുല്യമായിട്ടോ മുകളിലോ ആരുമില്ല. ഐ ആം വൺ വിത്തൗട്ട് എ സെക്കൻഡ്. ഏകല ഈശ്വര കൃഷ്ണ ആരസഭ ഭക്വൃത്യ. ചന്ദ്രമാപ്രഭു പറയുന്നത് ഈ കൃഷ്ണനായിട്ട് ഒരാളല്ലോ, ഈശ്വരനായിട്ട് കൃഷ്ണൻ മാത്രം, ബാക്കിയെല്ലാം എന്താണ്? സേവകന്മാരാണ്. So everyone is below him, no one can excel him. This is stated in Svetasudhara Upanishad 6.8. Natasya karyam karanam cha vidyate, natat samaschabhyadigascha drishyate. Supreme Lord Krishna has senses and a body like the ordinary man, but for him there is no difference between his senses, his body, his mind and himself. ഭഗവാനുണ്ട്, ഇന്ദ്രിയങ്ങളുണ്ട്, ബാക്കി ദേഹത്തിന് നമുക്കുള്ള പോലെ ഡിഫറെന്റ് ലിംസ്, അവയവങ്ങളുണ്ട്. പക്ഷെ എന്താണ് നമ്മളുടെയും ഭഗവാന്റെയും തമ്മിലുള്ള വ്യത്യാസം? അത് ഇത് എൻ്റെ ഇന്ദ്രിയങ്ങള്, ഇത് എൻ്റെ ശരീരം, എൻ്റെ മറ്റത് നമുക്ക് എൻ്റെ അവിടെ പറയാനില്ല. ഭഗവാൻ എല്ലാം ഭഗവാൻ തന്നെ, എല്ലാം ഭഗവാൻ തന്നെ. കാരണം എല്ലാം സച്ചിദാനന്ദമാണ്. എന്താണ് ഇവിടെ അതും കൂടി പറയുന്നുണ്ട്, has senses and a body like the ordinary man, but for him there is no difference. Angani yasya sakalendra vrittimandi pashyanti panti kalayandi chiram jaganti ananda chinmaya sadujjala vigrahasya
ഗോവിന്ദമാദിപുരുഷം തമഹം അല്ലെ. അംഗാനി യസ്യ സകല ഇന്ദ്രിയ, എല്ലാ ഇന്ദ്രിയങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പൊ എങ്ങനെ ഡിഫറൻഷിയേഷൻ ചെയ്യാം? എല്ലാം ചെയ്യും. ഭഗവാന്റെ ശരീരവും ആത്മാവും തമ്മിൽ വ്യത്യാസമില്ല. നമ്മളുടെ ശരീരത്തിനുള്ളിൽ ആത്മാവ് കുടികൊള്ളുന്നുള്ളൂ അല്ലെ. ശരീരം ആത്മാവായിട്ടുള്ള ഒരു കണക്ഷൻ എപ്പോഴാണ് വരുന്നത്? ഭഗവത് സേവനം ചെയ്യുമ്പോൾ. ഇല്ലെങ്കിൽ കണക്ഷൻ ഇല്ല. മറ്റത് ആത്മാവ് ഉറങ്ങിക്കിടക്കുകയാണ്. ആത്മാവിൻ്റെ ഒരു തെറ്റിദ്ധാരണ കാരണം മാത്രമാണ്. എന്താ തെറ്റിദ്ധാരണ? ഞാൻ ഈ ശരീരമാണ് എന്നുള്ള തെറ്റിദ്ധാരണ മാത്രമാണ് നമ്മളെ പല ഭൗതിക കാര്യങ്ങളിൽ ഏർപ്പെടുത്തുന്നത്, നമ്മളുടെ ഇന്ദ്രിയ ഭോഗത്തിന് വേണ്ടിയിട്ട്. ആത്മാവ് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ മനസ്സിലാക്കിയാൽ പിന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കില്ല, ഇന്ദ്രിയ ഭോഗത്തിന് വേണ്ടിയിട്ട്. അപ്പൊ അതാണ് ഇവിടെ ഭഗവാന്റെ ശരീരം, ഭഗവാന്റെ മനസ്സ്, ഭഗവാൻ എല്ലാം ഒന്ന് തന്നെയാണ്. foolish persons who do not perfectly know him say that Krishna is different from his soul, mind, heart and everything else. നമ്മൾ തീർച്ചയായിട്ടും we are different from our soul, mind, heart. We are different from our mind, heart and other limbs of the body. Soul is the actual perfect person. അപ്പോൾ സോളിനെ നമ്മൾ മനസ്സായിട്ടും മറ്റ് ശരീരഭാഗങ്ങളായിട്ടും കണക്കാക്കുന്നതാണ് വലിയ തെറ്റ്. കാരണം നമ്മൾ ഈ ദേഹം ധരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ദേഹം ധരിക്കുക ഒരു 60 വർഷം, 70 വർഷം, 80 വർഷം, 100 വർഷം അതിലും ഇതില്ല, ഈ ദേഹം പോയി. പിന്നെ ഈ ദേഹം കിട്ടില്ല. ഇതേപോലെ ഒരു ദേഹം കിട്ടുമോ? ഇല്ല. ദേഹം കിട്ടും, ഏതെങ്കിലും ഒരു ദേഹം, ഒന്നല്ലെങ്കിൽ സച്ചിദാനന്ദമായിട്ടുള്ളത് അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ളത്. ഭൗതികമായിട്ടുള്ള ദേഹം കിട്ടുമ്പോൾ നമുക്ക് അതിൻ്റെ ആകൃതിയും പ്രകൃതിയൊക്കെ മാറ്റം. ചിലപ്പോൾ നല്ല ദേവി ദേവതമാരുടെ ദേഹമായിരിക്കും, അല്ലെങ്കിൽ മൃഗങ്ങളുടെ ആയിരിക്കും, അല്ലെങ്കിൽ പക്ഷികളുടെ ആയിരിക്കും, വൃക്ഷങ്ങളുടെ എന്തായിരിക്കും. ഓരോരുത്തരുടെയും ആ വാസനകളും ആഗ്രഹങ്ങളും കർമ്മഫലം അനുസരിച്ചിട്ട് വ്യത്യസ്തമായിട്ടുള്ള ശരീരം കിട്ടും. പക്ഷെ ഭഗവാന്റെ ശരീരം എപ്പോഴും സച്ചിദാനന്ദമായിരിക്കും. അതേ ശരീരം നമുക്കും കിട്ടും പെർമനന്റ് ആയിട്ട്. നമ്മൾ ഈ 3 ഗുണത്തിന്റെ അധീനത്തിൽ നിന്ന് വിട്ടിട്ട് ഭഗവാന്റെ സേവനം നമ്മൾ ചെയ്യണം. So it is also stated that although he does not have senses like us, he can perform all sensory activities. നമ്മളെപ്പോലുള്ള ഭൗതിക തലത്തിലുള്ള ഇന്ദ്രിയങ്ങളില്ല, പക്ഷെ ഭഗവാനും ആധ്യാത്മിക ഇന്ദ്രിയങ്ങളുണ്ട്. അതുകൊണ്ട് ഏത് ആക്ടിവിറ്റീസും നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഏത് ആക്ടിവിറ്റീസും ഭഗവാൻ, അല്ലെങ്കിൽ ഭഗവാൻ ചെയ്യുന്നത് നമ്മൾ ഒരു സിമിലർ ലൈനിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ അത് ആധ്യാത്മിക തലത്തിലാണ്, നമ്മൾ ഭൗതിക തലത്തിലാണ് വ്യത്യാസം. Therefore his senses are neither imperfect nor limited. നമ്മുടെ സെൻസസ് ഇംപെർഫെക്റ്റും ആണ്, ലിമിറ്റഡ് ആണ്. ഭഗവാന്റെ ഓൾവേസ് പെർഫെക്റ്റ് ആൻഡ് അൺലിമിറ്റഡ് ഓൾസോ. No one can be greater than him, no one can be equal to him, and everyone is lower than him. വളരെ ക്ലിയർ ആണ് മെസ്സേജ്. No one is greater than him, no one can be equal to him, and everyone is lower than him. So she is the only supreme personality of God. ബാക്കി എല്ലാവരും ഭഗവാന്റെ താഴെയാണ്. ഭഗവാൻ എപ്പോൾ വേണമെങ്കിൽ ആ ശക്തി വിഡ്രോ ചെയ്യാൻ പറ്റും. നമുക്ക് അഹങ്കരിച്ചിട്ട് കാര്യമില്ല. ഞാൻ അതാണ് ഇതാണ്, ഞാൻ കാരണം ഇതെല്ലാം നടക്കുന്നത്, ഞാനില്ലെങ്കിൽ ഒന്നും നടക്കില്ല. ഇതെല്ലാം എന്താണ്? നമ്മളുടെ വെറും അഹങ്കാരം. അഹം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നുള്ള ആ ഒരു തോന്നല്. അഹം കർ, ഞാൻ ചെയ്യുന്നു, ഐ ആം ദ ഡൂവർ. അഹം കര അഹങ്കാർ. അതാണ് നമ്മളുടെ ഞാൻ പറഞ്ഞാൽ ഈ ശരീരം, എൻ്റെ മനസ്സ്. ശരിക്കുള്ള അഹങ്കാരം അത് തെറ്റല്ല. അതാണ് ട്രൂ ഈഗോ എന്ന് പറയുന്നത്. മറ്റത് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് ഫോൾസ് ഈഗോ, മറ്റത് ട്രൂ ഈഗോ. ട്രൂ ഈഗോ എന്താണ്? ഐ ആം ദ സെർവന്റ് ഓഫ് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്, ജീവേര സ്വരൂപമായ കൃഷ്ണര നിത്യദാസൻ. എൻ്റെ എന്താണ് ഒബ്ലിഗേഷൻ, കടമ, എൻ്റെ ദൗത്യം എന്ന് പറഞ്ഞാൽ ഭഗവാനെ പ്രീതിപ്പെടുത്തുക. അപ്പൊ അത് ശരിക്കുള്ള അഹങ്കാരമാണ്. നമ്മൾ അവൻ ഈഗോയിസ്റ്റിക് ആണ്. ഈഗോ പ്രോബ്ലം. എന്താണ് ഈഗോ പ്രോബ്ലം? ഇതന്നെ ഞാൻ ചെയ്യുന്നു,
പ്രകൃതേ ക്രിയമാണാനി ഗുണൈ കർമാണി സർവസഹ അഹങ്കാര വിമൂഢാത്മാ കർത്ത അഹം ഇതി മന്യതേ. അഹങ്കാരം അവിടെ പറഞ്ഞത് അഹം, ഞാൻ. ജനസ്യ മോഹോയം അഹം മമേതി. നമ്മളുടെ എല്ലാവരും തെറ്റിദ്ധാരണ ഇതെല്ലാം എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ കുടുംബം, എൻ്റെ കുട്ടികൾ, എൻ്റെ ഓഫീസ്, എൻ്റെ കാറ്, എൻ്റെ വീട്, പറഞ്ഞില്ലേ, ഇതെല്ലാം എൻ്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇതെല്ലാം താൽക്കാലികമാണ്, ടെമ്പററി ആണെന്ന് ആരും ഓർമ്മിക്കുന്നില്ല. എല്ലാവരും മറന്ന് എന്നേക്കും എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയിൽ ഈ ശരീരവും നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല, ഈ കാണുന്ന സ്വജനങ്ങളുണ്ടായിരിക്കില്ല, ഈ കാണുന്ന ധനവും പേരും പ്രശസ്തിയും ഒന്നും നമ്മുടെ കൂടെ വരില്ല, ഉണ്ടായിരിക്കില്ല. ഇതെല്ലാം ക്ഷണികമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അത് മനസ്സിലാക്കാണ്ട് ആ അഹങ്കാരം തല കയറിയിട്ട് മത്ത് പിടിച്ചിട്ട് എന്തെല്ലാമോ കാണിച്ചു കൊടുക്കുന്നു. ഇതാണ് നമ്മൾ ചെയ്യുന്ന വലിയൊരു തെറ്റ്. So the knowledge, strength and activities of Supreme Personality of Godhead are all transcendental as stated in Bhagavad Gita. Janma karma cha me divyam evam yo veti tattvada tyaktva deham punarjanma naiti mam eti so Arjuna. ഭഗവത്ഗീത 4.9 ജന്മ കർമ്മ ചമേ ദിവ്യം. എൻ്റെ ജന്മവും കർമ്മവും. ഭഗവാന്റെ ജന്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ആവിർഭാവം, തിരോഭാവം, അപ്പിയറൻസ്, ഡിസപ്പിയറൻസ്. മകൻ കറിയാണ്, അയ്യോ സൂര്യൻ പോയല്ലോ, സൂര്യൻ മരിച്ചല്ലോ പറഞ്ഞിട്ട് കറിയാണ്. സൂര്യൻ മരിക്കുന്നില്ല. ഭഗവാൻ പറയുന്നത് സൂര്യൻ പ്രത്യക്ഷപ്പെടുന്നു, അപ്രത്യക്ഷപ്പെടുന്നു. അച്ഛൻ കരയുന്നില്ല, മകൻ കരയാണ്, സൂര്യൻ പോയി പറഞ്ഞിട്ട്. പക്ഷെ അച്ഛൻ എന്താ കരയാത്തത്? അച്ഛനറിയാം സൂര്യൻ രാവിലെ വീണ്ടും വരും, പ്രത്യക്ഷപ്പെടുന്നു, അപ്രത്യക്ഷപ്പെടുന്നു, അത്രേ ഉള്ളൂ, ആ വ്യത്യാസമുണ്ട്. മകൻ അറിയാത്തതുകൊണ്ട്, ചെറിയ കുട്ടിയാണ്, സൂര്യൻ പോയിട്ട് കരഞ്ഞു, എനിക്കിപ്പോൾ തന്നെ വേണം സൂര്യൻ പറഞ്ഞ് നടക്കില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാം ആ അജ്ഞത നമ്മുടെ തല കയറിയിരിക്കുകയാണ്. നമ്മളുടെ ജന്മ മരണ പോലെ ഭഗവാന്റെ ജന്മം മരണം എന്നാണ് പല ആൾക്കാരും പറയുന്നത്. എന്തുകൊണ്ടാണ് ഭഗവാൻ യശോദമയ്ക്കും ദേവയ്ക്കും വസുദേവരും ആയിട്ട് ജനിച്ചത്? അപ്പൊ ജനിച്ചിട്ടുണ്ടെങ്കിൽ മരണമുണ്ടല്ലോ, നമ്മളെപ്പോൾ ഒരു വ്യക്തിയല്ലേ ഭഗവാനും എന്ന് മുടന്ന ന്യായങ്ങൾ പറയുന്ന ഒരുപാട് ആൾക്കാരെ കാണും. പക്ഷെ അതുകൊണ്ട് ഇവിടെ വളരെ ക്ലിയർ പറയുന്നു, ജന്മ കർമ്മ ചമേ ദിവ്യം. ഭഗവാന്റെ ജന്മവും കർമ്മവും ദിവ്യമാണ്, നമ്മളെ പോലുള്ളല്ല. അതുകൊണ്ടാണ് അതിന് ലീല എന്ന് പറയുന്നത്. ഭഗവാന്റെ ലീല, സുജയ പ്രഭുവിന്റെ ലീല എന്ന് പറയും. ആ പ്രഭു ഇല്ല പ്രഭു. ഭഗവാന്റെ ലീല, ഭക്തന്മാരുടെ ലീല. കാരണം ലീല എന്ന് പറഞ്ഞാൽ അത് 3 ഗുണത്തിൽ നിന്നും അതീതമാണ്. സുജയപ്രഭുവിനും ആ തലത്തിലേക്ക് എത്താം തീർച്ചയായിട്ടും. ഇപ്പോ തൽക്കാലം ഭൗതിക ഗുണത്തിന്റെ അധീനത്തിലാണ് നമ്മളെല്ലാം ചെയ്യുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പറയാൻ പറ്റില്ല, സുജയപ്രഭുവിന്റെ തലം എങ്ങനെയാന്ന് എനിക്കറിയില്ല. ഞാൻ ഉദാഹരണം പറഞ്ഞത് മാത്രം. ചിലപ്പോ നമ്മളെയൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന് ഇരിക്കുകയായിരിക്കും അല്ലേ? അവതാരമായിട്ട് പ്രഭു, അവതാരം. യോഗേശ്വരി ഇടയ്ക്ക് പറയാറുണ്ട് അവതാരത്തെ കുറിച്ച് പ്രഭു. ഭഗവാന്റെ ജന്മവും കർമ്മവും എന്താണ്? അത് 3 ഗുണത്തിന്റെ അധീനത്തിലല്ല, അത് ട്രാൻസെൻഡന്റൽ പ്ലെയിനാണ്. അതുകൊണ്ട് ലീല. അപ്പൊ അവിടെ കർമ്മം എന്ന് പറയില്ല, നമ്മളെപ്പോലുള്ള കർമ്മമല്ല, ഭഗവാന്റെ അത് ലീല. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും അതിന് റിയാക്ഷൻസ് ഉണ്ട്, ഗുഡ് ഓർ ബാഡ്. അപ്പൊ അതുകൊണ്ട് കർമ്മം, ഭഗവാന്റെ അത് ലീല. സോ ഏവം യോ വേത്തി ഇത് തത്വത്തിന് മനസ്സിലാക്കുന്നവർക്ക് എന്താണ്? ത്യക്വാദേഹം പുനർജന്മ നൈതി മാം ഏതേസം. നമ്മളുടെ ഈ ദേഹം വെടിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു ഭൗതിക ദേഹം കിട്ടില്ല എന്ന് ഉറപ്പ് പറയുന്നു. ഇത് തത്വത്തിൽ തത്വത്തിൽ അറിയാന്ന് പറഞ്ഞാൽ ഇതിവിടെ വായിച്ച് മനസ്സിലാക്കിയ പറയാം. ബുക്കിഷ് നോളജിന്റെ കാര്യമല്ല പറയുന്നത്, ഇത് റിയലൈസ് ചെയ്യണം നമ്മള്, അല്ലേ? അസിമുലേറ്റ് ചെയ്യണം, ഇത് റിയലൈസ് ചെയ്യണം, എന്നാൽ മാത്രമേ. അപ്പോൾ ജ്ഞാനവും വിജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം. ജ്ഞാനം പറഞ്ഞാൽ ബുക്കിഷ് നോളജ്,
ജ്ഞാനം പറഞ്ഞ റിയലൈസ് ഉണ്ട്. ആ റിയലൈസേഷനിൽ നമുക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് ഈ 3 ഗുണത്തിന്റെ അധീനത്തില് അല്ല മീതെ അതിനെ ട്രാൻസെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. So whoever knows Krishna's transcendental body, activities and perfection, after quitting his body, returns to him and doesn't come back again to this material world. അല്ലേ? യത് ഗത്വാന നിവർത്തന്തെ തദ്ധാമ പരമമം. ആ ധാമയിലേക്ക് ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ തിരിച്ച് വരില്ല. അപ്പൊ ഇത് മനസ്സിലാക്കിയ ആൾക്കാർക്ക് മാത്രം കണ്ട് അത് റിയലൈസേഷൻ വരണം. ആ റിയലൈസേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഭൗതിക ആഗ്രഹം ഉണ്ടായിരിക്കില്ല. അപ്പൊ ഒരു ഉത്തമ അധികാരി ആ പ്ലാറ്റ്ഫോമിൽ എത്തിയെന്ന് പറഞ്ഞു. ഉത്തമ അധികാരി പറഞ്ഞാൽ ഈ 3 ഗുണത്തിന്റെ അധീനത്തിലായിരിക്കില്ല അവർ. So therefore, one should know that Krishna's activities are different from others. The best policy is to follow the principles of Krishna. That will make one perfect. It is also stated that there is no one who is master of Krishna. Everyone is servant. ഏകല ഈശ്വര കൃഷ്ണ ആര സഭഭൃത്യ ചൈതന്യ ചരിതാമൃത അതിലീല എന്താണ് ഇവിടെ പറയുന്നത് നോക്കാം. അതന്നെ ഏകല ഈശ്വര കൃഷ്ണ ആര സഭഭൃത്യ യാരെ യാച്ചെ നാച്ചായ സേ തായ്ച്ചെ കരേ നൃത്യ. Lord alone, Lord Krishna alone is supreme controller and all others are his servants. They dance as he makes them to do, as he makes them do so. പ്രഭുപാദ അതാണല്ലോ പറഞ്ഞത്. ജലദൂത അവിടെ ബംഗാളീസ്, you have some purpose. Why did you bring me here to this, Mlacha's world? I have no qualification to transform them. So you make me dance, you make me dance the way you want. Okay? അപ്പൊ എന്തുകൊണ്ട് പ്രഭുപാദ ചൂസ് ചെയ്തു, എന്തുകൊണ്ട് നമ്മളെ ചൂസ് ചെയ്തില്ല? കാരണം വെച്ചാൽ പ്രഭുപാദ ആ തലത്തിലുള്ള ഒരു ഉത്തമ അധികാരി കൊണ്ടാണ്. അപ്പൊ അങ്ങനത്തെ ഡിവോട്ടീസിനെ ഭഗവാൻ ചൂസ് ചെയ്യുള്ളൂ. അങ്ങനത്തെ ഡിവോട്ടി. അപ്പൊ ജനറൽ ആയിട്ട് ഭഗവാൻ എല്ലാവർക്കും ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ജനറൽ ഇൻസ്ട്രക്ഷൻ, സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ്. ഫോർ എക്സാമ്പിൾ ഒരു ക്ലാസ്സിൽ 19 കുട്ടികളുണ്ട്. ടീച്ചർ ചില ഇൻസ്ട്രക്ഷൻസ് ചില സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റുഡൻസിന് മാത്രമേ പറയുള്ളൂ. മോണിറ്റർ ആവാൻ പറയും. ഒരു 30 സ്റ്റുഡൻസിലെ ഒരാളെ തിരഞ്ഞിട്ട് യു ബിക്കം ദ മോണിറ്റർ. when I am absent, you manage the class. അല്ലേ? ഇന്ന് മോണിറ്റർ ചെയ്യണം. എന്തുകൊണ്ട് ആ കുട്ടിയെ മാത്രം ചൂസ് ചെയ്യുന്നു? ഔട്ട് ഓഫ് 30, only 1 is picked up by ആ കുട്ടിക്ക് അതിനുള്ളൊരു തലത്തിലെത്തിയ ആള്, മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും കഴിവുള്ള ആള്. അതിനുള്ള യോഗ്യതയുണ്ട്. ആ കുട്ടിക്ക് അതിനുള്ള യോഗ്യത ഉണ്ട്. എല്ലാവർക്കും യോഗ്യതയില്ല. അത് the teacher knows who is the best among the 30. അതേപോലെ ഭഗവാൻ അറിയാം കുറേ ആൾക്കാരുണ്ട്, അതിലെ ആരാണ് ബെസ്റ്റ് എന്നെ അനുസരിച്ച് ഞാൻ പറയുന്ന പോലെ ജീവിക്കുന്നത്, അവരെ ചൂസ് ചെയ്യുന്നു ഓരോ ലീലകളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ നമുക്ക് കിട്ടില്ല. ഒരു ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ മഹാഭാരതം ഭാഗവതം തമ്മിലുള്ള വ്യത്യാസം എന്താ? മഹാഭാരതം ഒരു ജനറൽ ഇൻസ്ട്രക്ഷൻ അല്ലേ? ഒരു ജനറൽ ഇൻസ്ട്രക്ഷൻ. ഭാഗവതം സ്പെസിഫിക് ആണ്, സ്പെസിഫിക് ടു ഡിവോട്ടീസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചില തത്വങ്ങളും ചില ഇൻഫർമേഷനും ഭാഗവതത്തിനും അതേപോലെ മഹാഭാരതത്തിനും ചിലപ്പോൾ റിക്കൺസിൽ ചെയ്യാൻ പറ്റില്ല. നമ്മൾ രണ്ടും കൂടി വായിക്കുമ്പോൾ ആൾക്കാർക്ക് സംശയം തോന്നും, എന്താ ഭാഗവതത്തിൽ എങ്ങനെ? ഫോർ എക്സാമ്പിൾ പരീക്ഷിത് മഹാരാജ് ഭാഗവതത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഹൗ ഡിഡ് ഹി ലീവ് ദ ബോഡി? പരീക്ഷിത് മഹാരാജ് തക്ഷകൻ വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഓൾറെഡി ലെഫ്റ്റ്. ജസ്റ്റ് ഫോർ ദ നെയിം സേക്ക് തക്ഷകൻ ബൈറ്റ് ചെയ്തുകൊണ്ട്. തക്ഷകന്റെ ബൈറ്റ് കൊണ്ടാണോ ജീവൻ പോയത്? അല്ല, തക്ഷകൻ കടിച്ചിട്ടല്ല പോയത്. പക്ഷെ മഹാഭാരതം അത് അങ്ങനത്തെ ഇതൊക്കെ വായിക്കുമ്പോൾ എന്താണ്, തക്ഷകൻ കടിച്ചു. ചിലതൊക്കെ പറയുന്നുണ്ട് അവിടെ ഒരു സമുദ്രത്തിന്റെ നടുക്കിൽ പോയിട്ട് ഒരു കൊട്ടാരം ഉണ്ടാക്കി, എന്നിട്ട് അവിടെ
ഇവിടെ ഇവിടെ ഇതിന് 7 ദിവസം ആകെ ഉള്ളത് 7 ദിവസം അവിടെ കൊട്ടാരം പണിയായിരുന്നു. ഇതിവിടെ ഭാഗത്ത് കേൾക്കും അങ്ങനത്തെ ടേൽസ് ഉണ്ടായിരിക്കും. പക്ഷെ എനിവേ എന്തുകൊണ്ടാണ് ഇതൊക്കെ സാധാരണ ജനങ്ങൾക്ക് ഇതേ ദഹിക്കുള്ളൂ. സാധാരണ ജനങ്ങൾക്ക് ദഹിക്കുക ഉള്ളൂ. അപ്പൊ അതിന്റെ ശരിക്കുള്ള തത്വം ഭാഗവതത്തിൽ അത് കുറച്ച് ഉയർന്ന ഭക്തന്മാർക്കുള്ള ഇൻഫർമേഷൻ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് വ്യാസദേവൻ. പക്ഷെ പരീക്ഷിത് മഹാരാജാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്തമ ഭക്തനാണ്. അദ്ദേഹം എല്ലാം വിട്ടിട്ട് തന്റെ ജീവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു കൊട്ടാരം കൊണ്ടിട്ട് അവിടെ മുഴുവനെ സെക്യൂരിറ്റി ഗാർഡ് വെച്ചിട്ട് നോക്കണം തക്ഷണം എപ്പോഴാണ് വരുന്നത് വെച്ചാൽ അപ്പൊ പണി കഴിക്കണം കേട്ടോ, എന്റെ പണി കഴിക്കല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടൊന്നും ഉണ്ടാക്കിയില്ലേ. അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടി, ഭഗവാന്റെ ഇത് തിരോഭാവം എങ്ങനെയാണ്? ഭഗവാന്റെ സച്ചിദാനന്ദമായിട്ടുള്ള ശരീരമാണ്. അദ്ദേഹം അതേ സെൽഫ് സെയിം ബോഡിയിലാണ് പോകുന്നത്. പക്ഷെ മഹാഭാരതത്തില് ഭഗവാന്റെ മെറ്റീരിയൽ ബോഡി ഭൗതിക ശരീരം ഇവിടെ വിട്ടുപോയി. എന്നിട്ട് അർജുന തന്നെ ക്രിമേറ്റ് ചെയ്തു. അങ്ങനെ അതൊക്കെ ഉണ്ട് തോന്നുന്നു. ഭഗവാന് മെറ്റീരിയൽ ബോഡി എവിടെ? പക്ഷെ അത് സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. അപ്പൊ മഹാഭാരതത്തില് അവരെ മനസ്സിലായിക്കോളും കേട്ടോ, അങ്ങനെ ഒരു ബോഡി അവിടെ ഉണ്ട്, അതിനെ ക്രിമേറ്റ് ചെയ്തു അല്ലെങ്കിൽ ഇത് ചെയ്തു ഒക്കെ ചെയ്യും. അതേ മനസ്സിലാവുള്ളൂ. അത് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മൾ ഈ പാമ്പിന്റെ വളയൊക്കെ കണ്ടിട്ടോ? പാമ്പ് രക്ഷപ്പെടും, അതിന്റെ വളയം മാത്രം ഇട്ടിട്ട് അത് പോകും. അതേപോലെ ഭഗവാനും ഒരു മെറ്റീരിയൽ ബോഡി പബ്ലിക്കിനെ, അതായത് സാധാരണ ജനങ്ങളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ മെറ്റീരിയൽ ഒക്കെ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഇത് വിശ്വസിക്കൂ, ഞാൻ എൻ്റെ മെറ്റീരിയൽ ഭൗതിക ശരീരം ഇവിടെ വിട്ട് ഞാൻ പോയി ആധ്യാത്മിക ശരീരം കൊണ്ട്. അപ്പൊ അത് പറയുമ്പോൾ അത് മനസ്സിലാവും. ഇത് പറയും ഭഗവാന് ശരീരം കൊണ്ട് ഞങ്ങൾ കണ്ടതാണല്ലോ, അപ്പൊ ശരീരം എന്ത് പോയി? എങ്ങനെ പോയി? അത് ആവിയായി പോയോ? അപ്പൊ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോ അങ്ങനത്തെ ഒരു ലീല. അപ്പൊ അവരെയും സമാധാനിപ്പിച്ചു, ആശ്വസിപ്പിച്ചു. ആരെ? സാധാരണ നമ്മളെപ്പോലുള്ള ആൾക്കാരെ. ഭക്തന്മാർക്ക് അറിയാം. അപ്പൊ ഭക്തന്മാർക്ക് ഉള്ള ശരിക്കുള്ള ആ സിദ്ധാന്തവും പറഞ്ഞു കൊടുത്തു. അപ്പൊ നമുക്ക് രണ്ടിനെയും റീകൺസിൽ ചെയ്യാൻ പറ്റും. അതാണ് ഇതിഹാസങ്ങളിലൂടെ എന്താണ് നമ്മളെ പലതും പഠിപ്പിച്ചു തരാണ്. അപ്പോൾ ജനറിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഇതൊക്കെ. കാരണം നമ്മളെല്ലാം ലോവർ കോൺഷ്യസ്നെസ്സിലാണ്. അപ്പം ഇതിഹാസങ്ങൾ ഉണ്ടാക്കിയിരിക്കുക ആർക്കാണ്? ഏത് കാറ്റഗറി ആൾക്കാർക്കാണ്? വായിച്ചിട്ടില്ലേ? സ്ത്രീകൾക്കും ബുദ്ധി കുറഞ്ഞവർക്കും വേണ്ടി. ഈ ബുദ്ധി കുറഞ്ഞതിന് നമ്മളെല്ലാം ഉണ്ട്. സ്ത്രീകള് ഒരു സ്പെഷ്യൽ കാറ്റഗറി എന്നാണ്, അതിലും താഴ്ന്ന കാറ്റഗറിയാണ് മറ്റവര്. ശൂദ്രന്മാരും താഴ്ന്നതാണ്. ബുദ്ധിയില്ല, മന്ദമതയോ അല്ലേ? അപ്പൊ അത് വളരെ കുറഞ്ഞ ആൾക്കാരൊക്കെയാണ് ഡിവോട്ടിയെ ശരിക്കും ബ്രാഹ്മണമായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക്, ബൈ ബർത്ത് അല്ല. അതായത് നമ്മുടെ വർണ്ണാശ്രമം അല്ലേ? വർണ്ണാശ്രമം നമുക്കറിയാം. അത് ദേവി ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്ന ദേവി വർണ്ണൻ, പിന്നെ ആസുരിക് വർണ്ണാശ്രമമുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ എന്താണ് പറയും, ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. ഓക്കെ, ഈ ഓക്യുപ്പേഷൻ ഫോളോ ചെയ്തിട്ടുള്ള ഇതുണ്ട്. 3 തരത്തിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ ഫോളോ ചെയ്യുന്ന ദേവി വർണ്ണാശ്രമം, ഡിവോഷൻ സർവീസ് ചെയ്തിട്ട് അല്ലേ? അപ്പൊ എന്താണ് ആസുരിക് വർണ്ണാശ്രമം എന്ന് പറഞ്ഞാൽ? അവരെന്താ ഫോളോ ചെയ്യുന്നത്? ഒന്നും ഫോളോ ചെയ്യാത്തവരോ വേദങ്ങളെ? അല്ല, ബൈ ബർത്താണ് അവർ പറയുന്നത്. ഞാനൊരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചാൽ ഞാൻ ബ്രാഹ്മണനാണ്.
ക്ഷത്രിയ കുടുംബത്തിൽ ജനിച്ചാൽ ക്ഷത്രിയനാണ്. വൈശ്യ കുടുംബത്തിൽ ജനിച്ചാൽ വൈശ്യൻ. ശൂദ്രനാണ് ശൂദ്രൻ. ആരും താഴെയാണെങ്കിൽ മ്ലേച്ഛ, യവന, എന്താ പറയാ, ആന്ധ്ര, പുളിന്ത അങ്ങനെ പറഞ്ഞില്ലേ, അങ്ങനെ ഒരുപാട് അങ്ങനെ പോകും. അപ്പോൾ ആ ബർത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റത് ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്താണ്? ദേവി വർണ്ണാശ്രമം. അപ്പൊ നമ്മൾ ബർത്ത് അല്ല നോക്കുന്നത്, ആർക്കും ചെയ്യാം. ശൂദ്ര തലത്തിലാണെങ്കിൽ ശരി, ബ്രാഹ്മണ തലത്തിലാണെങ്കിൽ ശരി, ക്ഷത്രിയ, ആർക്കും ഡിവോഷണൽ ആക്ടിവിറ്റീസിന് ഒരു ഇതുമില്ല. കാരണം ഇന്നത്തെ കാലത്ത് ഈ വ്യവസ്ഥ, ശരിക്കുള്ള ഈ വ്യവസ്ഥ കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊവിഷൻ കലികാലത്തിൽ. So the best policy is to follow the principles of Krishna, that he will make one perfect. It is also stated that there is no one who is master of Krishna. Everyone is servant. അതപ്പോൾ നമ്മൾ വായിച്ചത് ചൈതന്യ ചരിതാമൃതയിൽ. Ekale Ishvara Krishna Ara Sabhavritya. Only Krishna is God and everyone else is his servant. Everyone is complying with his order. There is no one who can deny his order. അങ്ങനെ നമ്മൾ ഭഗവാന്റെ ആ ഇൻസ്ട്രക്ഷൻ നമ്മൾ സ്വീകരിച്ചില്ലെങ്കിൽ എന്താണ് അതിൻ്റെത്? എന്താണ്? എന്താണ് റിസൾട്ട്? എന്തായിരിക്കും? എന്തായാലും റിസൾട്ട്? നമ്മൾ ഇവിടെ തന്നെ ജന്മമൃത്യു ജരവ്യാധി. യെസ്, പുനരപി ജനനം പുനരപി മരണം. If you don't comply to his order, everyone is acting according to his direction, being under his superintendence. As stated in Brahma Samhita, is the cause of all this. നമ്മൾ അതിൽ കുറച്ച് ആൾക്കാർ ഭഗവാന്റെ ആ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യും. ഭഗവാനെ മാസ്റ്ററായിട്ടും പ്രൊപ്പറേറ്ററായിട്ടും കൺട്രോളറായിട്ടും ക്രിയേറ്ററായിട്ടും എല്ലാം മാനിക്കും. അല്ലാത്ത ആൾക്കാർക്ക് എന്താണ്, ഇവർക്ക് വീണ്ടും വീണ്ടും ജനിച്ചും മരിച്ചും കൊണ്ടേയിരിക്കേണ്ടി വരും അനന്തകാലത്തിലേക്ക്. അപ്പോൾ ബ്രഹ്മസംഹിതയിൽ ഭഗവാനെ ബ്രഹ്മാവ് വർണ്ണിക്കുന്ന പോലെ ഈശ്വര പരമാകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദി ഗോവിന്ദ സർവ കാരണകാരൻ, കോസ് ഓഫ് ഓൾ കോസസ് എന്നാണ് പറയുന്നത്. അല്ലേ? ഹരേ കൃഷ്ണ. കമന്റ്സ് ക്വസ്റ്റ്യൻസ് ഇതില് ഈ ശ്ലോകത്തില്? ഹരി ബോൾ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സോ നമ്പർ 44ലേക്ക് പോകാൻ നമുക്ക്. തസ്മാത് പ്രണമ്യ പ്രണിധായ കായം പ്രസാദയേ ത്വം അഹമേശമേദ്യം പിതേവ പുത്രസ്യ സഖേവ സഖ്യോ പ്രിയപ്രിയായാർസി ദേവസോഢും. തസ്മാത് പ്രണമ്യ പ്രണിധായ കായം പ്രസാദയേ ത്വാമഹമേശമേദ്യം പിതേവ പുത്രസ്യ സഖേവ സഖ്യോ പ്രിയപ്രിയായാർസി ദേവസോഢും. ശ്രീ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. തസ്മാത് പ്രണമ്യ പ്രണിധായ കായം പ്രസാദയേ ത്വം അഹമേശമേദ്യം പിതേവ പുത്രസ്യ സുഖേവ സഖ്യോ പ്രിയാ പ്രിയായാർഹസി ദേവ സോഢും. ഹരേ കൃഷ്ണ. ഹരിബോൾ. സിമി മാതാജി. तस्मात् प्रणम्य प्रणिधाय कायं प्रसादये त्वम् अहमीश इद्यं पितेव पुत्रस्य सखेव सख्यु प्रिया प्रियायार्हसि देव सोढुम्. ഹരിബോൾ. സുജയ് പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. തന്നെ പ്രണാം.
तस्मात् प्रणम्य प्रणिधाय कायं प्रसादये त्वमहमीशमीड्यं पितेव पुत्रस्य सखेव सख्युं प्रिया प्रियाया हर्षसि देवसोढुं। हरे कृष्ण। बोल पार्वती माता जी। तस्मात् प्रणम्य प्रणिधाय कायं प्रसादये त्वमहमीशमीड्यं पितेव पुत्रस्य सखेव सख्यु प्रिया प्रिया प्रियायार्हसि देव सोढुम्। हरे कृष्ण। सिमी माता जी ने ट्रांसलेशन में You are the Supreme Lord to be worshipped by മ്യൂട്ടിലാണ് every മാതി. living being. You മ്യൂട്ട് are അല്ല the സൗണ്ട്. Supreme Lord to be worshipped by every living being. Thus I fall down to offer you my respectful obeisances and ask your mercy. As a father tolerates the impudence of his son, a friend the impertinence of a friend, or a husband the familiarity of his wife, please tolerate the wrongs I may have done you. Hari Bol. You are the Supreme Lord to be worshipped by every living being. Thus, I fall down to offer you my respectful obeisances and ask you mercy. As a father tolerates the impudence of his son, a friend the impertinence of a friend, or a husband the familiarity of his wife, please tolerate the wrongs I may have done to you. Okay. ഭഗവാനോട് ക്ഷമയാചിക്കുകയാണ് അർജുനൻ. യു ആർ ദ സുപ്രീം ലോർഡ് ടു ബി വർഷിപ്ഡ് ബൈ എവറി ലിവിങ് ബീങ്. അപ്പൊ ഒരു ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് പറയല്ലേ. ഇപ്പൊ നമ്മൾ ഓവർ ഫെമിലിയർ ആകുമ്പോൾ നമ്മൾ ആ എറ്റിക്കേറ്റ്സ് എല്ലാം യെസ് ഇറ്റ്സ് നോ പ്രോബ്ലം, ബട്ട് ആ ഒരു ഇതാണ് ഇവിടെ പറയുന്നത്. അർജുനന്റെ ഓവർ ഫെമിലിയാരിറ്റി കാരണം ഇത്രയും വലിയ ആ പ്രപഞ്ചനാഥനെ വളരെ കാഷ്വൽ ആയിട്ട് പെരുമാറി എന്നുള്ള ഒരു സങ്കടം ഇപ്പൊ തോന്നുന്നു ഭഗവാന്റെ ആ ഭഗവത്വം ഇപ്പൊ മനസ്സിലാക്കിയപ്പോ. അതുകൊണ്ട് പറയണ ദസ് ഐ ഫാൾ ഡൗൺ ടു ഓഫർ യു. Try to complete everything, okay? അതായിരിക്കണം ടാർഗറ്റ്. So thus I fall down to offer you my respectful obeisance. mercy. നിങ്ങളുടെ ദയാദാക്ഷിണ്യം കടാക്ഷം വേണം. അതിന് ഒരുപാട് അറിഞ്ഞും അറിയാതെയും ഞാൻ ഒരുപാട് അപരാധം ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങയുടെ മഹത്വത്തിനെ മനസ്സിലാക്കാതെ ഒരു സാധാരണ എൻ്റെ ഈക്വലായിട്ടുള്ള ഒരു സഖ എന്നുള്ള രീതിയിൽ ഒരുപാട് ഞാൻ കാഷ്വലായിട്ട് അങ്ങോട്ട് പെരുമാറിയിട്ടുണ്ടാവും. അതുകൊണ്ട് ക്ഷമിക്കും. എങ്ങനെ ആസ് എ ഫാദർ ടോളറേറ്റ്സ് ദ ഇംപിഡൻസ് ഓഫ് ഹിസ് സൺ. എങ്ങനെ മകനെ അച്ഛൻ ടോളറേറ്റ് ചെയ്യുന്നു, വാശി പിടിച്ചിട്ടല്ലേ, ഭയങ്കര സ്റ്റബോണായിരിക്കും. അപ്പോൾ അച്ഛൻ തീർച്ചയായിട്ടും ആദ്യം ഇനീഷ്യലി കുറച്ച് ദേഷ്യപ്പെട്ടാൻ വേണ്ടിയിട്ട്, കാരണം തൻ്റെ സ്വന്തം പുത്രനാണ്. അതുകൊണ്ട് പുത്രനെ ആത്മജ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് പുത്രനെ ആത്മജ എന്ന് പറയുന്നത്? എന്നിൽ നിന്നുണ്ടായതല്ലേ ആത്മജ, അങ്ങനെയാണോ പ്രഭുജി? ജനിച്ചത് എന്നിൽ നിന്ന്. അതെ, നമ്മുടെ അതായത് ഫാദറിന്റെ എക്സ്പാൻഷൻ ആണ്, എക്സ്റ്റെൻഡഡ് ബോഡിയാണ്. അപ്പൊ അതുകൊണ്ട് അച്ഛൻ തീർച്ചയായിട്ടും എന്ത് കുറ്റക്കേട് കാണിച്ചാലും അത് ശരിക്കുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ പറയുന്നത്. ഇന്നത്തെ കാലത്ത് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല, കരികാരാണ്, എല്ലാം സഹിച്ചത് വരില്ല. അച്ഛനും സഹിക്കില്ല, മകനും സഹിക്കില്ല. ഒരു ഗുഡ് റിലേഷൻഷിപ്പ് ഉള്ള ഒരു ഗുഡ് സ്റ്റാൻഡിംഗ് ഉള്ള ഒരു ഫാമിലിയുടെ കാര്യം പറയും. അപ്പോൾ അത് സഹിക്കും. എ ഫ്രണ്ട് ദ ഇംപർട്ടൻസ് ഓഫ് എ ഫ്രണ്ട്. സുഹൃത്തുക്കൾ തമ്മിലുള്ള ഡീലിങ്ങിൽ തന്നെ നല്ല സുഹൃത്ത് ബന്ധമാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സഹിക്കും. അല്ലെങ്കിൽ എന്താണ്, ഈഗോ ക്ലാഷ്, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പണങ്ങിപ്പോകും. ഒരു ഹസ്ബൻഡ് ദ ഫെമിലിയറിറ്റി ഓഫ് എ വൈഫ്. ഒരു ഭാര്യ വളരെ ഫെമിലിയർ ആയിട്ട് പെരുമാറുമ്പോൾ ഹസ്ബൻഡും എന്തായി ചെയ്യും, അത് സഹിക്കും അല്ലേ. സോ പ്ലീസ് ടോളറേറ്റ് ദ റോങ്സ് ഐ മേ ഹാവ് ഡൺ ടു. അതേപോലെ തന്നെ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും, അത് ദയവതിട്ട് സഹിച്ചാലും എന്നാണ് പറയുന്നത്. സോ കൃഷ്ണ ഡിവോട്ടീസ് relate to Krishna in various relationships. One might treat Krishna as a son, or one might treat Krishna as a husband, as a friend, or as a master. ഭഗവാനും ഭക്തന്മാരും തമ്മിലുള്ള ബന്ധം സഖ്യഭാവത്തിലുണ്ട്, വാത്സല്യഭാവത്തിലുണ്ട്, മാധുര്യഭാവത്തിലുണ്ട്, ദാസ്യഭാവത്തിലുണ്ട്, പല മെലോസിലാണ്, പല രസത്തിലും ഭഗവാനായിട്ട് നമുക്ക് ആദാൻ പ്രധാൻ റെസിപ്രോക്കൽ ഡീലിങ്സ് നടക്കാം.
ഇവിടെ പ്രത്യേകിച്ചിട്ട് അർജുനന്റെ റിലേഷൻഷിപ്പ് എന്താണ്? എസ് എ ഫ്രണ്ട്സ്. ഫ്രണ്ട്ലി റിലേഷൻഷിപ്പില് അങ്ങനെ യാതൊരു ഫോർമാലിറ്റീസ് ഇല്ല. അപ്പൊ വളരെ കാഷ്വലാണ്. എന്തും പറയും, എന്തും ചെയ്യും. ഈക്വൽ ആണല്ലോ, ഫ്രണ്ട്സ് പറഞ്ഞാൽ ഈക്വൽ ആണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പോ ഭഗവാന്റെ വിരാട് രൂപം കണ്ട ശേഷം അർജുനന് ഭയങ്കര പശ്ചാത്തലം. ഞാൻ ഇദ്ദേഹത്തിനാണല്ലോ, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവനാണല്ലോ ഇങ്ങനെ പെരുമാറി എന്നുള്ള ആ ഒരു തോന്നൽ. കാരണം അവിടെ ഐശ്വര്യഭാവം കയറി കൂടി. ഞാൻ കഴിഞ്ഞ പലതവണയും പറഞ്ഞ പോലെ നമുക്ക് ഒരു നല്ലൊരു ഫ്രണ്ട് ഉണ്ട്, നല്ലൊരു തിക് ഫ്രണ്ടാണ്. കുറെ കാലത്തിന് ശേഷം നമ്മൾ അറിയാണ് ഈ വ്യക്തി ഈ ഭൂമിയിൽ തന്നെ ഏറ്റവും വലിയ ഒരു ധനികന്റെ മകനാണെന്ന്. അതുവരെ നമുക്ക് അറിയില്ല സത്യം. ആ മോമെന്റ് മുതൽക്ക് നമ്മൾ അദ്ദേഹത്തോടുള്ള ആ പെരുമാറ്റം എങ്ങനെയായിരിക്കും അല്ലെ? ഒരു ഭൗതിക തലത്തിലുള്ള എക്സാമ്പിൾ ആണെങ്കിലും കൂടിയിട്ട് നമുക്ക് ആലോചിക്കാം. നമുക്കറിയാത്തൊരു ഇങ്ങനത്തെ ഒരു ഇതറിയില്ല അദ്ദേഹത്തിനെ പറ്റിയിട്ട്. പക്ഷെ അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് പഴയ പോലെ നമുക്ക് പെരുമാറാൻ പറ്റില്ല. അത്രയ്ക്കും വലിയ ആദരവും കാര്യങ്ങളും കാണിച്ചാൽ ലോകത്തിൽ തന്നെ ഏറ്റവും പണക്കാരൻ്റെ ഒരു മകനാണെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണപ്പെട്ട നമ്മളോട് ഇങ്ങനെ നമ്മൾ പെരുമാറുന്നു വളരെ കാഷ്വലായിട്ട്. അതൊരു ജസ്റ്റ് ക്രൂഡ് എക്സാമ്പിൾ. അപ്പോൾ ഭഗവാൻ ഈ മൂന്ന് ലോകത്തിന്റെയും എല്ലാം ബോത്ത് സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയൽ മാനിഫെസ്റ്റേഷന്റെ അധീപനാണ്. അങ്ങനത്തെ ഒരു വ്യക്തിയോടാണ് അർജുനൻ രഥം അവിടെ മുമ്പില് കൊണ്ട് നിർത്ത് അത് ചെയ്യാതെ ഓർഡർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് എല്ലാം കൂടി വിഷമിച്ചിട്ട് എന്താണ് പറയേണ്ടതെന്ന് അറിയുന്നില്ല. അതുകൊണ്ട് ഭഗവാനെ സ്തുതിക്കാണ്, പലതും ഭഗവാന്റെ മഹത്വം പറഞ്ഞിട്ട് സ്തുതിക്കാണ്. പിന്നെ ക്ഷമ ചോദിക്കാണ്. താൻ ചെയ്ത എല്ലാ തെറ്റിനും ക്ഷമ ചോദിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ക്ഷമിക്കണം. എങ്ങനെ ക്ഷമിക്കണം? ആസ് ഫാദർ ടോളറേറ്റ്സ് ഓർ ഹസ്ബൻഡ് ഓർ മാസ്റ്റർ ടോളറേറ്റ്സ്, അങ്ങനെ ടോളറേറ്റ് ചെയ്യാണ് അവിടെ ഭഗവാനോട് അപേക്ഷിക്കുന്നത്. Hare Krishna. So 45 next week. Vancha kalpatarubhesya kripa sindhubhya vacha patitanam pavanebhyo vaishnavebhyo namo. अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय। हरि हरि बोल।